സന്തോഷമാണോ? നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ, വചനത്തിൻ്റെ മുമ്പിൽ രണ്ടാമത്തെ സന്ധ്യയിൽ കർത്താവിനെ ആരാധിച്ചും ദൈവസ്വരം കേൾക്കാൻ ദാഹിച്ചും കാത്തിരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം ഇറങ്ങി വരുന്നത് എന്തിനാണ്? ഒന്ന്, നമ്മെ കാണാൻ. രണ്ട്, എന്താണ്? പേര് ചൊല്ലി വിളിക്കാൻ. മൂന്ന്, നമ്മളോട് സംസാരിക്കാൻ. നാല്, അഭിഷേകം പകരാൻ. അഞ്ച്, നമ്മളെ വിമോചിപ്പിക്കാൻ ഇറങ്ങി വരുന്ന ദൈവം. ഇന്ന് നമ്മൾ കർത്താവ് ഈശോ മിശിഹാ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഈ രാത്രിയിൽ ചിന്തിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ആദ്യത്തേത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ, അവിടെ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വാക്യം 35 മുതൽ വായിക്കാം. അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു. പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. വായിക്കാം. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അർത്ഥം. അവൻ, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? വായിക്കേ. അവൻ പറഞ്ഞു, വന്ന് കാണുക. ആദ്യത്തേത് ഇതാണ്, കം ആൻഡ് സീ. ഒന്നാമത്തേത് വന്ന്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്ന 1-ാമത്തെ കാര്യം വന്ന് കാണുക. വന്ന് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ അപ്പോൾ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ കൂടെ താമസിക്കുക എന്നാണ്. പറയാവോ? വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കൂടെ താമസിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അടുത്ത് പരിചയപ്പെടുക എന്നാണ് വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യേശു നമ്മളോട് ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം വന്ന് കാണുക. യേശുവിനെ അടുത്ത് പരിചയപ്പെടുക, യേശുവിനോട് അടുത്ത് ഇടപഴകുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ യേശുവിനോട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പലരും പല രീതിയിലാണ് പറയാൻ പോകുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഈ നാട്ടിലെ പല ഹൈന്ദവ സഹോദരങ്ങൾക്കും യേശുവിനെ ദൈവപുത്രനായി അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്ന അനേകായിരം ഹൈന്ദവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങളിൽ ചിലരും യേശുവിനെ വിശ്വസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചോദ്യം ഇതാണ്, യേശുവിൽ വിശ്വസിക്കുന്നോ എന്നതല്ല ചോദ്യം, നിങ്ങളിൽ എത്ര പേർ യേശുവിനെ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈശോ പറയുന്ന ആദ്യത്തെ കാര്യം വന്ന് കാണുക. വന്ന് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നലെ കുട്ടികളായിരുന്നു, ഇന്ന് പട്ടികളാണ്. എന്തെങ്കിലും ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. കുട്ടികൾ മര്യാദയായപ്പോൾ പിശാച് പട്ടികളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവ് ഈശോ മിശിഹാ നമ്മളോട് ആവശ്യപ്പെടുന്ന 1-ാമത്തെ കാര്യം വന്ന് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിനോട്
വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടക്കുക, പ്രവേശിക്കുക എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരാപത്ത് വരുന്നു, നമുക്ക് ഉള്ളിൽ അറിയാം, യേശുവിനോട് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് യേശുവിനോട് പറയുന്നു, നമുക്ക് ആ കാര്യം ദൈവകൃപയാൽ സാധിച്ചു കിട്ടുന്നു. ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ എത്ര പേർക്ക് യേശുവിനോട് വ്യക്തിപരമായ സ്നേഹം ഉണ്ട്? ഇതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അതുകൊണ്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചില വചനചിന്തകളിലൂടെ കടന്നു പോവാം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കുക. ഇസ്രായേലേ കേൾക്കുക. നിയമാവർത്തനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. നിയമാവർത്തനം എന്തെങ്കിലും വായിക്കരുത്. നിയമാവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കുക. വായിക്കേ. നമ്മുടെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. അത് ഉറക്കെ വായിക്കണേ, ഉറക്കെ വായിക്കണം. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. ഒന്നുകൂടെ പറഞ്ഞത്, നമ്മുടെ ദൈവമായ കർത്താവാണ് അതായത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം. അപ്പം അവിടുന്ന് പറയാണ്, ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അപ്പം ഇതാണ് ആദ്യത്തേത്. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അവിടുന്ന് മാത്രമാണ് ദൈവം, അവിടുന്ന് മാത്രമേ ദൈവമുള്ളൂ. അടുത്ത വാക്യം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ. ആ വാക്കാണ് എനിക്ക് വേണ്ടത്. എന്താണ്? സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം. അവിടെ ഈശോ പത്രോസിനോട് ഇതേ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 21:15 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി. അതാണ് ചോദ്യം. ഇപ്പം നിങ്ങളോട് ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി, നിന്റെ കെട്ടിയവനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ? എന്നെ അല്ല, കർത്താവിനെ. ചേട്ടനോട് ചോദിക്കുകയാണ്, ചേട്ടാ, നിന്റെ ഭാര്യയേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അപ്പനമ്മമാരെക്കാൾ അധികം, കൂട്ടുകാരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ചോദ്യം. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ. ഇപ്പം നമുക്കേ മലയാളത്തിൽ സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് എല്ലാത്തിനും കൂടെ ഒരു വാക്കേ ഉള്ളൂ. പട്ടിയോട് കാണിക്കുന്നതും എന്താണ്? സ്നേഹമാണ്. വല്യമ്മയോട് കാണിക്കുന്നതും സ്നേഹമാണ്. കൂട്ടുകാരോട് കാണിക്കുന്നതും കാമുകനോടുള്ളതും സ്നേഹമാണ്. പിന്നെ കൂട്ടുകാരനോടും കൂട്ടുകാരിയോടും ഉള്ളതും സ്നേഹമാണ്. എല്ലാവരോടും സ്നേഹം. എന്നാൽ ഈ പുസ്തകം പുതിയ നിയമം എഴുതപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ എല്ലാത്തിനും കൂടെ ഒരു വാക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് തമിഴിൽ 2 വാക്കുണ്ട്. ഒന്ന് അൻപ് എന്ന് പറയുന്ന വാക്കാണ്, അൻപ്. 2 പാസം. വേറൊരു വാക്കുണ്ട്
എന്താണ്? നേസിക്കിറേൻ. കേട്ടിട്ടുണ്ടോ? അപ്പം അതും സ്നേഹിക്കുന്നുള്ള വാക്കാണ് അല്ലേ? ഈ ഹിന്ദിയിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇംഗ്ലീഷിലില്ല. എല്ലാത്തിനും ഒന്നേ ഉള്ളൂ, എന്താ? ലവ്. മലയാളത്തിലും അങ്ങനെയുള്ളൂ. നമ്മൾ ഇംഗ്ലീഷുകാരോട് സ്നേഹമുള്ളവരായതുകൊണ്ട് നമുക്ക് മലയാളത്തിലും സ്നേഹമുള്ളൂ. എന്നാൽ ഗ്രീക്കിൽ നിങ്ങൾ 2 വാക്ക് ശ്രദ്ധിക്കണം. 2 വാക്കല്ല, യഥാർത്ഥത്തിൽ 3 വാക്കുണ്ട്. പോട്ടെ, 2 വാക്ക് ഇപ്പോൾ പറയാം. ഒരു വാക്കാണ് ഫീലിയോ. ഫീലിയോ എന്താണത്? PHIL, ഫീലിയോ. ആ വാക്കെന്ന് പറഞ്ഞേ ഫീലിയോ. ഫീലിയോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനോടുള്ള സ്നേഹം. കൂട്ടുകാരനോടുള്ള സ്നേഹം, അതാണ് എന്ത്? ഫീലിയോ. നമുക്ക് മലയാളത്തിൽ എല്ലാത്തിനും ഒരു വാക്കേ ഉള്ളൂ, സ്നേഹം. പൂച്ചയോടും കൂട്ടുകാരനോടും അമ്മച്ചിയോടും എല്ലാം ഒരേ വാക്കേ ഉള്ളൂ, സ്നേഹം. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഗ്രീക്കിൽ അങ്ങനെയല്ല. കൂട്ടുകാരനോടുള്ള സ്നേഹം അതിനുപയോഗിക്കുന്ന വാക്കാണ് ഫീലിയോ. ഫീലിയോ. ഓക്കെ. എന്നാൽ കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന സ്നേഹം, അതിനുള്ള വാക്കാണ് അഗാപ്പേ. എന്താണ് വാക്ക്? അഗാപ്പേ. ഇതിനകത്തെ രസം എന്താന്ന് വെച്ചാൽ, യേശു പത്രോസിനോട് ചോദിച്ചത് നിനക്കെന്നോട് ഫീലിയോ ഉണ്ടോന്നല്ല, അഗാപ്പേ ഉണ്ടോന്നാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിനക്കെന്നോട്, മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, യേശു ചോദിച്ചത് നിനക്കെന്നോട് ഇഷ്ടമുണ്ടോന്നല്ല, സ്നേഹമുണ്ടോന്നാണ്. ഇഷ്ടവും സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസം? ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമൊക്കെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാ എന്ന് പറയുന്ന ഭയങ്കര ഇഷ്ടമാ. എന്നാൽ എന്തെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ചെയ്തിട്ട് അതോടുകൂടി ആ ഇഷ്ടം ഇല്ലാതായി. അപ്പുറത്തെ വീട്ടുകാരൻ പായസം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഒരു പാത്രം തന്നു. അപ്പോൾ പറയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ. എന്നാൽ അപ്പുറത്തെ വീട്ടുകാരൻ മീൻ കഴുകിയിട്ട് വെള്ളം ഇപ്പുറത്തോട്ട് ഒഴിച്ചു. അപ്പോൾ ആ ഇഷ്ടം, പായസം കുടിച്ചപ്പോൾ ഉള്ള ഇഷ്ടം പോയി കിട്ടി. അപ്പോൾ എന്താ മനസ്സിലായല്ലോ? ഇഷ്ടവും സ്നേഹവും രണ്ടാണ്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, പത്രോസേ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്നല്ല, സ്നേഹമുണ്ടോ എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോലും തയ്യാറാവുന്ന സ്നേഹം ഉണ്ടോ? പത്രോസിൻ്റെ മറുപടി, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ, മലയാളത്തിൽ സ്നേഹിക്കുന്നു എന്നല്ലേ, യഥാർത്ഥത്തിൽ പത്രോസിൻ്റെ മറുപടി എനിക്ക് നിന്നോട് ഫീലിയോ ഉണ്ടെന്നാണ്, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നാണ്. അതുകൊണ്ടാണ് ഈശോ, അല്ലാതെ കർത്താവിന് കേൾക്കാനുള്ള കൊതി കൊണ്ടല്ല പിന്നെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഈശോ വീണ്ടും എടുത്ത് ചോദിച്ചത്, പത്രോസേ അതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് നിനക്കെന്നോട് അഗാപ്പയുണ്ടോ. രണ്ടാമതും പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നോട് ഫീലിയോ ഉണ്ട്. മൂന്നാമത് യേശു ചോദിച്ചു, പറ യോഹന്നാന്റെ പുത്രനായ ശിമോനെ നിനക്ക് എന്നോട് എന്തോ ഉണ്ട്? കർത്താവ് ചോദിച്ചില്ല. മൂന്നാമത് ചോദിച്ചു, നിനക്ക് എന്നോട് ഫീലിയോ ഉണ്ടോടാൻ ചോദിച്ചു. കർത്താവ് തോറ്റു. കർത്താവിന് മനസ്സിലായി, ഇപ്പോൾ ഈ സ്റ്റേജിൽ ഇവന് എനിക്ക് വേണ്ടി മരിക്കാനുള്ള സ്നേഹം ഇല്ല. ഇവൻ എന്നോട് ഒരു കൂട്ടുകാരനോടുള്ള സ്നേഹം, ഒരു ഗുരുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് യേശുവിന് മനസ്സിലായി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? എന്നാൽ പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, പത്രോസ് യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായപ്പോൾ, പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം പ്രസംഗിച്ചപ്പോൾ, സെൻഗദ്രീൻ സംഘം വിളിച്ച് താക്കീത് ചെയ്തപ്പോൾ, യേശുവിനെ കുറിച്ചൊരു വാക്കുപോലും സംസാരിച്ചു പോകരുതെന്ന് അപ്പസ്തോലന്മാരോട് സെൻഗദ്രീൻ സംഘം അവരെ താക്കീത് ചെയ്ത് പറഞ്ഞയച്ചപ്പോൾ, നീറോ ചക്രവർത്തി യേശുവിനെ പ്രതി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഒക്കെ പത്രോസ് 1000 തവണ യേശുവിനോട് പറഞ്ഞിട്ടുണ്ടാവും, കർത്താവേ ഇപ്പോൾ ആ ചോദ്യം ചോദിക്കാമോ, ആ പഴയ ചോദ്യം, നിനക്കെന്നോട് അഗാപ്പയുണ്ടോ? പത്രോസ് പറയും, ഇപ്പോൾ എനിക്ക് നിന്നോട് അഗാപ്പേ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശുവിനോട് ഇഷ്ടമുണ്ട്. നമ്മൾ പള്ളിയിലൊക്കെ പോകണേ അതുകൊണ്ടാണ്. ഇഷ്ടമാണ്, പള്ളിയിൽ പോകുന്ന ഇഷ്ടമാണ്, പ്രാർത്ഥിക്കുന്ന ഇഷ്ടമാണ്, കുർബാന ഇഷ്ടമാണ്, കൺവെൻഷൻ ഇഷ്ടമാണ്. കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക്
നാളെ ഒരു സമയത്ത് നിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും കർത്താവേ ഞാൻ അങ്ങേ തള്ളി പറയില്ല എന്ന് പറയാനുള്ള, കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാൾ വന്നൊരു പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ അയാളോട് നമുക്ക് എത്ര സ്നേഹമുണ്ടെങ്കിലും എൻ്റെ കർത്താവിനെ വിട്ടിട്ട് ഞാൻ വരുത്തില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്നേഹം യേശുവിനോട് ഉണ്ടോ? ആ ചോദ്യം. പള്ളിയിൽ ഞായറാഴ്ച കുർബാന നടക്കുന്ന സമയത്ത് ഇപ്പോൾ ജോലിക്ക് പോയാൽ 10,000 രൂപ കിട്ടും എന്ന് ഒരാൾ പറഞ്ഞാൽ, എന്നാൽ കുർബാനയ്ക്ക് നാളെ പോകാമെന്ന് വിചാരിച്ച് 10,000 രൂപയുടെ പുറകെ പോകുന്ന ഒരവസ്ഥയിൽ എത്തുന്നൊരു സ്നേഹമല്ല. 10,000 രൂപ എനിക്ക് പോയാലും വേണ്ടില്ല, എനിക്ക് വിശുദ്ധ കുർബാന മുടക്കിയിട്ട് ആ 10,000 വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്നേഹം നിനക്ക് യേശുവിനോട് ഉണ്ടോ? കർത്താവ് ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ പ്രതി, നമ്മൾ കർത്താവിനോട് സ്നേഹം കാണിക്കേണ്ടതിന് പകരം വേറെ എന്തിനെ സ്നേഹിച്ചാലും കാലാന്തരത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സ്നേഹിച്ചതെല്ലാം വെറുതെ പാഴ്വസ്തുവിനെ, പൊയ്മുഖങ്ങളെ, നമുക്ക് ഗുണപ്പെടാത്തതിനെയാണ് സ്നേഹിച്ചതെന്ന് കാലാന്തരത്തിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന സമയം പാഴായി പോകത്തില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വരുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 കൊല്ലം മുമ്പാണ്. എനിക്ക് ആ അങ്കമാലിയിൽ ഒരു കോളേജിൽ ഒരു ധ്യാനമുണ്ട്. അപ്പോൾ ആ ധ്യാനത്തിന് പോകാൻ വേണ്ടി 9 മണിക്ക് അവിടെ എത്തണം. 9 മണിക്ക് എത്തണമെങ്കിൽ ഞാൻ താമസിച്ചിരുന്ന പത്തനംതിട്ട ജില്ലയിലെ ആ സ്ഥലത്ത് നിന്ന് ഞാനൊരു 4 മണിക്കേലും ഇറങ്ങണം. 9 മണിക്ക് അവിടെ എത്തണമെങ്കിൽ. ഞാൻ വന്ന് കിടക്കുന്നത് രാത്രി 12 മണിക്കാണ്. അപ്പം 4 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഞാനൊരു 3:15 എഴുന്നേക്കണം. അപ്പം എനിക്കറിയാം ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു 9 മണിയാവും. വൈകിട്ട് 5 മണി വരെയാണ് അവിടെ ധ്യാനം. 5 മണിയോ 4 മണിയോ ഓർക്കുന്നില്ല, 4 മണി വരെയാണ് ധ്യാനം എന്ന് വെച്ചോ. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും 9 ആവും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ 3:15 എഴുന്നേറ്റാലേ എനിക്ക് 4 പോകാൻ പറ്റൂ. കുർബാന ചൊല്ലിയിട്ട് പോകണമെങ്കിൽ ഞാൻ 2:30 എങ്കിലും എഴുന്നേക്കണം, എന്നാലും എനിക്ക് കുർബാന ചൊല്ലിയിട്ട് പോകാൻ പറ്റും. ഞാനിങ്ങനെ ചിന്തിച്ചു, വന്നിട്ട് ചൊല്ലാം. അപ്പം എനിക്ക് എന്ത് ചെയ്യാം, കുറച്ച് നേരം കൂടെ കിടക്കാം. ഞാൻ 12 അടുപ്പിച്ചു കിടന്നപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും ഓടി പോകേണ്ടതല്ലേ, വന്നിട്ട് കുർബാന ചൊല്ലാം. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ എന്നോട് പറയുന്നുണ്ട്, കുർബാന അർപ്പിച്ചിട്ട് പോയാൽ മതി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൻ, പക്ഷേ എൻ്റെ ശരീരം ക്ഷീണിച്ചതായതുകൊണ്ട് എൻ്റെ ശരീരം എന്നോട് പറഞ്ഞു കുറച്ച് നേരം കൂടെ ഉറങ്ങിയിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 3:30 മണിക്കോ പറ്റോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ കുർബാന അവസാനം വെച്ചാൽ മതി ധ്യാനത്തിൻ്റെ, അപ്പോൾ എനിക്ക് പോവാം. അപ്പോൾ അങ്ങനെ എനിക്ക് 3:30, അപ്പോൾ കുർബാന അവർ അവസാനം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 3 മണിക്ക് 3:30 ഇറങ്ങിയാൽ എനിക്കൊരു 8 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തിയിട്ട് രാത്രി കുർബാന അർപ്പിക്കാമല്ലോ എന്നാണ് ഞാൻ ഓർത്ത്. ഞാൻ 3:30 അവിടെ നിന്ന് ഇറങ്ങി 1 കിലോമീറ്റർ പോയില്ല, എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു വണ്ടി വന്ന് ഇടിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവിടുന്ന് എനിക്ക് ആ വണ്ടി എടുത്ത് തിരിച്ച് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞത് പിന്നീട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഓർത്തു, ദൈവം തമ്പുരാനെ, ഒരു 45 മിനിറ്റ് ഞാൻ ലാഭിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പെരുവഴിയിൽ നഷ്ടപ്പെട്ടത് 6 മണിക്കൂറാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി കൊടുത്തതൊന്നും വെറുതെ പോകത്തില്ല. അതേസമയം കർത്താവിന് വേണ്ടി കൊടുക്കാത്തതെല്ലാം
ഇതുപോലെ വഴി പോവുകയും ചെയ്യും. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരു നഷ്ടമാണെന്ന് കണക്കാക്കരുത്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇപ്പം നമുക്ക് ഞായറാഴ്ച ദിവസം കുറച്ചുകൂടെ നല്ല കാശ് കിട്ടുന്ന ജോലി കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ആട്ടെ, കർത്താവിനെ ഒന്ന് മാറ്റിവെച്ചാൽ, അല്ലെ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥന മാറ്റിവെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ വേറെ എന്തെങ്കിലും വൈകുന്നേരം ഒരു സീരിയലിലൂടെ കാണാം, ഒരു സിനിമ കണ്ട് തീർക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ ഇരുന്ന് വർത്തമാനം പറയാം. കർത്താവിന് വേണ്ടി നമ്മളത് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ അതുകൊണ്ട് ഒന്നും നേടുന്നില്ല. എന്നാൽ നമ്മൾ യേശുവിന് വേണ്ടി സമയം മാറ്റിവെച്ചാലോ? പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. അതായത് നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ നല്ല സമയം മുഴുവൻ മാറ്റിവെച്ചാൽ ദൈവം തമ്പുരാൻ നമുക്ക് ഒരുപാട് സമയം വെറുതെ തരും. ഒത്തിരി സമയം നമുക്ക് ആവശ്യമുള്ള അത്രയും സമയം തരും. ദൈവം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തരും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത അതാണ്. നമ്മൾ ഒത്തിരിയും പേരുടെ മനസ്സിലൊരു സംശയമുണ്ട്, ഞാൻ യേശുവിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ, ഞാൻ യേശുവിനെ സ്നേഹിച്ചാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? ഒന്നും നഷ്ടപ്പെടത്തില്ല. കർത്താവിന് വേണ്ടി നീ നിൻ്റെ വിലപ്പെട്ട എന്തെങ്കിലും മാറ്റിവെച്ചാൽ നിനക്ക് ദൈവം ഒരുപാട് കർത്താവ് പറഞ്ഞു, അമർത്തി കുലുക്കി നിറച്ചളന്ന് ഞാൻ നിൻ്റെ മടിയിൽ ഇട്ടു തരും. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം വന്ന് കാണുക. ക്ലിയർ ആണോ? യേശുവിനോട് ഒരു പടി കൂടി സ്നേഹം കൂടണം. അപ്പോൾ അതിനെന്തെല്ലാം ചെയ്യാം? ഞാൻ പെട്ടെന്ന് 3-4 കാര്യങ്ങൾ പറയാം. ഒന്ന്, കുറച്ച് സമയം കൂടെ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവവചനം വായിക്കണം. അത് കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. വിശുദ്ധ കുർബാന കഴിയുന്നിടത്തോളം മുടക്കരുത്. കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടി സമയം കണ്ടെത്തണം. കഷ്ടപ്പാടുകൾ വരുമ്പോൾ യേശുവിനെ പ്രതി അത് സഹിക്കണം. എന്തെങ്കിലും വേദന എവിടുന്നെങ്കിലും വരുന്ന സമയത്ത് അത് കർത്താവിനെ പ്രതി ഹല്ലേലൂയ പറഞ്ഞ് ഏറ്റെടുക്കണം. ഇങ്ങനെ നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെ യേശുവിനെ സ്നേഹിച്ചാൽ യേശു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞു കാര്യം നമ്മൾ യേശുവിന് വേണ്ടി ചെയ്ത, ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുത്താലും അതിന് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നാമത്തേത് ക്ലിയറായോ? വന്ന് കാണുക. രണ്ടാമത്തേത് ഈ 21-ാമത്തെ അധ്യായത്തിൽ തന്നെ, അതുകൊണ്ട് അത് വായിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. രണ്ടാമത്തേത് കർത്താവ് യേശു മിശിഹ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം, യോഹന്നാൻ 21 വാക്യം 9-10 അത് അങ്ങോട്ട് താഴോട്ട് വായിക്കാം. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. യേശു പറഞ്ഞു, രണ്ടാമത്തേത് വന്ന് കഴിക്കുവിൻ. ഒന്നാമത്തേത് വന്ന്, രണ്ടാമത്തേത് വന്ന് തിന്നുവിൻ, വന്ന് കഴിക്കുവിൻ, വന്ന് ഭക്ഷിക്കുവിൻ. കം ആൻഡ് ഈറ്റ്. രണ്ടാമത്തേത് നമ്മൾ യേശു നമ്മളോട് ഈ രാത്രി പറയുന്ന ആദ്യത്തെ കാര്യം, കുറച്ചുകൂടെ ആഴത്തിൽ എന്നെ സ്നേഹിക്കുക, വന്ന് കാണുക. രണ്ടാമത്തേത് വന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഭക്ഷിക്കാനാ പറയുന്നത്? ഭക്ഷിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് വചനം, 2 യേശുവിൻ്റെ ശരീരവും രക്തവും. ഒരു ദൈവ പൈതൽ യേശുവിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ വചനം, 2 യേശുവിൻ്റെ ശരീരവും രക്തവും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും ഭക്ഷിക്കണം. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും ഭക്ഷിക്കേണ്ടത്? മത്തായി 4:4. മത്തായി 4:4 വേഗം വായിക്കാം. മത്തായി 4:4.
അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അതായത് ജീവിക്കാൻ അപ്പം മാത്രം പോരാ. ഞാൻ പറഞ്ഞ എന്തോന്ന് പറയാവോ? ജീവിക്കാൻ അപ്പനല്ല, അപ്പം. ജീവിക്കാൻ അപ്പം മാത്രം, പിന്നെന്ത് വേണം? ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൂടി ജീവിക്കാനായിട്ട് വേണം. അതായത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷേ ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തതുപോലെ സമാധാനമില്ലാത്ത കുടുംബം. ഇഷ്ടം പോലെ പണമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കണ്ടിട്ടുണ്ട് കോടീശ്വരന്മാർ, ശതകോടീശ്വരന്മാർ, മൾട്ടി മില്യനേഴ്സ്, പക്ഷെ എന്താ? സമാധാനമില്ല. മനസ്സിലായോ? മിക്കവാറും ഞാൻ കാണുന്നതാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. പണമുണ്ട്, മനുഷ്യന് അപ്പമുണ്ട്, ധരിക്കാൻ വില കൂടിയ വസ്ത്രമുണ്ട്, ഉപയോഗിക്കുന്ന എല്ലാം നല്ല കൂടിയ സാധനങ്ങളാണ്, സഞ്ചരിക്കാൻ വലിയ കാറുണ്ട്, സമൂഹത്തിൽ വലിയ ബലമുണ്ട്, എവിടെ തിരിഞ്ഞാലും അംഗരക്ഷകരും അനുചരന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല? സമാധാനം ഇല്ല. കർത്താവ് പറയാണ്, അപ്പം കൊണ്ട് മാത്രം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളോട് മാത്രം മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനവും കൂടി അവന് ജീവിക്കാൻ വേണം. അപ്പം അതിന് ഞാൻ 2 വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഞാൻ നേരത്തെ സ്നേഹത്തിന് 2 വാക്കുണ്ടെന്ന് പറഞ്ഞില്ലേ? 2 അല്ല, ഗ്രീക്കിൽ സ്നേഹത്തിന് ശരിക്കും പറഞ്ഞാൽ 4 വാക്കുണ്ട്. അപ്പോൾ അതിൽ 2 ഞാൻ പറഞ്ഞു. ഇനി എന്ന് പറഞ്ഞ പോലെ വചനത്തിന് ബൈബിളിൽ 2 വാക്കുണ്ട് ഗ്രീക്കിൽ. ഏതൊക്കെയാണത്? ഒന്ന്, ഈ എന്തോ ഒരു പരീക്ഷയുണ്ടല്ലോ മറ്റേ, അതാണ് എന്താ അത്? ലോഗോസ്. വചനത്തിന് 2 വാക്കുണ്ട്. ഒന്നാമത്തേതാണ് ലോഗോസ്, രണ്ടാമത്തേതാണ് റേമ. രമേന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. രമേന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇത് റേമ. എന്താണ്? RHEMA. ബുക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക. RHEMA, റേമ. അപ്പൊ എന്തൊക്കെയാണ് വചനത്തിന്റെ 2 വാക്കുകൾ? പറ, സെമിത്തേരിയിലെ ആത്മാക്കൾ പറ. ലോഗോസും റേമായും. നിങ്ങൾക്ക് നല്ല പരിശീലനമാണ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ കിടക്കേണ്ടതാ ഇവിടെ. ഇപ്പം നല്ല ട്രെയിനിങ് ആണ്. ഇവിടെ ഇരുന്ന് അന്തരീക്ഷമൊക്കെ പരിചയപ്പെടാം. ഓക്കെ. അപ്പോൾ ഇപ്പോഴേ പോവല്ലേ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാ? പറ, സെമിത്തേരിയിലെ ആത്മാക്കൾ പറ. ദൈവവചനത്തിന് 2 വാക്കാണ് ഗ്രീക്കിൽ, ലോഗോസും റേമായും. ഇനി അടുത്ത പ്രശ്നം, എന്താണ് ലോഗോസ്, എന്താണ് റേമ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പറയണം, ഞാൻ ചില വാക്യങ്ങൾ പറയാം, അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ലോഗോസ് ആണോ റേമയാണോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഞാൻ പറയാൻ പോവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചന ലോഗോസ്. ഓ, ഗ്രീക്ക് അറിയാവോ? അടുത്ത ഒരു വാക്യം, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുവിൻ. ഒന്ന് കൈയടിച്ചേ. ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. അത് ലോഗോസ് അല്ല. അതെന്താണ്? റേമ. ഓക്കെ. അടുത്തത്, ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. അവിടെ എന്താണ്? ലോഗോസ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ്. ഒന്ന് കൈയടിച്ചേ. ലോഗോസ്. ഒന്ന് കൈയടിച്ചേ. ഉത്തരം പൂർണ്ണമായും അവിടെ എന്താണ്? റേമ. അപ്പൊ എന്താണ് ആ വ്യത്യാസം? വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. എന്നെ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ലളിതമായിട്ട് പറയാം. പണ്ഡിതന്മാർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി. ഏതാണ്ട് 36,000 ചില്ലുവാനം വാക്യങ്ങളുണ്ട് ഇതിനകത്ത്. കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിളിൽ 36,000-ലധികം വാക്യങ്ങളുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇത് വെച്ച് വീശല്ലേ. 36,000-ലധികം വാക്യങ്ങളുണ്ട്. അപ്പൊ ഈ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് 36,000-ലധികം എന്തുണ്ട്? ലോഗോസ് ഉണ്ട്. ലോഗോസ്. എന്നാൽ അതിലൊരു ലോഗോസ് എന്നോട് പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ലോഗോസ് ഉണ്ട്.
ബൈബിളിലെ വാക്യങ്ങൾ ആ വാക്യങ്ങളായി തന്നെ ഇരിക്കുമ്പോൾ അതിനെ വിളിക്കാവുന്ന പേരാണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അധ്യായത്തിൽ ഇത്രയും വാക്യങ്ങൾ, അത്രയും വാക്യങ്ങളുണ്ട്. അതിലെ ഓരോ വചനത്തെയും എനിക്ക് എന്ത് വിളിക്കാം? ലോഗോസ്. എന്നാൽ അതിലെ ഒരു വാക്യം ഞാൻ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ, ഞാൻ വളരെ തകർന്നിരിക്കുമ്പോൾ, അതിലെ ഒരു വാക്യം, ഒരു മനുഷ്യൻ മരിക്കാൻ കിടന്ന സമയത്ത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് അടിക്കട്ടെ. അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എനിക്കൊരു വചനം ഓർമ്മയിൽ തന്നു. ആ വചനം ഇതാണ്, സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഞാൻ പറഞ്ഞു തരാം, പറഞ്ഞോ. മരണഭയമുള്ളവരെല്ലാം പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല. എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. 17 പേര് പറഞ്ഞു. ഇനി ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഒന്നുകൂടെ പറയാം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അപ്പോൾ പറ. ഹല്ലേലൂയ. നല്ല കാറ്റ് അല്ലേ അവിടെ കിട്ടുന്നുണ്ടോ? എന്തോ ഈ പന്തലിട്ടെ, അതുകൊണ്ടല്ലേ ഉള്ള കാറ്റൂടെ വരത്തില്ല. ആളെ ഇത് അഴിച്ചു കളഞ്ഞത്. അതെ, ഇപ്പം എനിക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങോട്ട് വന്നായിരുന്നോ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ, സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ. അപ്പം ഞാൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഈ വാക്യം എഴുതിയെടുത്തിട്ട് ഇവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇവൻ്റെ കട്ടിലിനടിയിൽ എഴുതി വെക്കാൻ പറഞ്ഞു, തലയണക്കടി എഴുതി വെക്കാൻ പറഞ്ഞു. ഇവൻ്റെ കയ്യിൽ ഒരു പേപ്പർ എഴുതി കൊടുക്കുക, അവൻ വായിക്കിട്ടത്. തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ പറയുന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയാഴ്ച ദിവസം ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ മരിക്കാൻ കിടന്നവൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നു. അവൻ മരിച്ചില്ല, അവൻ ജീവിച്ചു, അവൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കാൻ വേണ്ടി ദേവാലയത്തിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ അവന് സൗഖ്യം കൊടുത്ത ഒരു വാക്യം, അതിനെ വിളിക്കാവുന്ന പേരാണെന്ത്? ലോഗോസ് അല്ല, റേമ. അപ്പം എന്താ റേമ? ബൈബിളിലെ 36,000-ലധികം വാക്യങ്ങൾ. ആ വാക്യങ്ങളിലെ ചില വചനങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എന്നോട് വ്യക്തിപരമായി ആ വചനം സംസാരിക്കുമ്പോൾ ആ വചനത്തെ വിളിക്കാവുന്ന പേരാണെന്ത്? റേമ. കർത്താവ് പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ലോഗോസാണോ റേമയാണോ? റേമ കൊണ്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം വേണം. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ മടുത്തു പോകുമ്പോൾ, നമ്മൾ തളർന്നു പോകുമ്പോൾ, തോറ്റുപോയെന്ന് തോന്നുമ്പോൾ, നമ്മുടെ ജീവിതം നശിച്ചു എന്ന് തോന്നുമ്പോൾ, നമ്മൾ തോറ്റ് പരാജയപ്പെട്ടെന്ന് തോന്നുമ്പോഴൊക്കെ കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് യേശു പറയാണ്, വന്ന് ഭക്ഷിക്കുവിൻ. എന്ത് ഭക്ഷിക്കണം? അപ്പം നമ്മൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ മഴയാണോ? കാറ്റാണ്. കാറ്റിനെയാണോ നോക്കിയത്? എന്നിട്ട് കണ്ടോ കാറ്റിനെ? അല്ല. എന്നാൽ എന്നെ നോക്കിക്കോ, എന്നെ കാണാമല്ലോ. കാണുന്നതിനൊക്കെ നോക്ക്, നിങ്ങൾ കാണാത്തതിനെ നോക്കാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കുന്ന ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഈ ഭാഗത്തൊക്കെ അറിഞ്ഞായിരുന്നോ? അത് 30 മിനിറ്റ് ചെലവഴിച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കാം. നിങ്ങളിപ്പോൾ അതിനകത്ത് ചേർന്നവരും ഇനി ചേരാത്തവരും അതിനകത്ത് ചേരുന്നവരും ഇനി അങ്ങനെ അല്ലെങ്കിൽ കൂടി നിങ്ങൾ എല്ലാ ദിവസവും അല്പസമയം കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് ആ ബൈബിൾ വായിക്കുമ്പോൾ, ആ ബൈബിൾ വായിക്കുന്ന സമയത്ത് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, അങ്ങ് എന്നോട് എന്താണ് ഈ വചനത്തിലൂടെ സംസാരിക്കും? ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ. ഇപ്പം നമ്മൾ ജോൺ ബോൾ പറയുന്നത് കേട്ടില്ലേ, എന്നോട് സംസാരിക്കണേ, എന്നോട് സംസാരിക്കണേ, കർത്താവേ എന്നോട് സംസാരിക്കണേ, എന്നോട് സംസാരിക്കണേ. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഞങ്ങൾ ആദർശച്ചനും ഞാനും ജോൺ ബോളും ഞങ്ങൾക്ക് മാർപ്പാപ്പയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോഴെല്ലാം അവർ പറഞ്ഞു, എല്ലാവരും അവരുടെ ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടക്കത്തില്ല എന്ന് വിചാരിച്ചു. എന്നാൽ ദൈവം ഒരു അത്ഭുതകരമായ വഴി തുറന്നു തന്നു. അങ്ങനെ ഞങ്ങൾ മാർപ്പാപ്പയെ കാണാൻ, മാർപ്പാപ്പ താമസിക്കുന്ന വീടിനകത്തേക്ക് കയറിപ്പോകാൻ ദൈവം തമ്പുരാൻ ഒരു അവസരം തന്നു. അപ്പോൾ ഞങ്ങൾ മാർപ്പാപ്പ കുർബാന ചൊല്ലുന്ന ചാപ്പൽ നിങ്ങളുടെ പള്ളി പോലാണ്. ആ ചാപ്പലിൻ്റെ പേര് പരിശുദ്ധാത്മാവിൻ്റെ ചാപ്പൽ എന്നാണ്. നിങ്ങളുടെ പള്ളിയോ?
അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ചാപ്പലാണ് മാർപ്പാപ്പ കുർബാന ചൊല്ലുന്ന ചാപ്പൽ, അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെ. ആ പരിശുദ്ധാത്മാവിൻ്റെ ചാപ്പലിൽ പോയിരിക്കുമ്പോൾ ദൈവം തമ്പുരാനെ ഞാൻ നുള്ളി നോക്കി, സത്യമാണോ ഇത്? ഞാൻ മാർപ്പാപ്പ താമസിക്കുന്ന കെട്ടിടത്തിനകത്ത് മാർപ്പാപ്പ കുർബാന ചൊല്ലുന്ന ചാപ്പലിനകത്ത് ഇരിക്കുകയാണ്. സത്യമാണോ ഇത്? സത്യമാണോ ഇത്? അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാർപ്പാപ്പ അതിൽ ദൂരെ കൂടെ ഇങ്ങനെ ആ സന്ദർശക മുറിയിലേക്ക് വരുന്നത് കാണാം. ആ സമയത്ത് ഞാൻ ബൈബിൾ തുറന്നു. ബൈബിൾ തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വാക്യം കണ്ടു. എന്താണെന്നറിയാമോ? ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എനിക്ക് അതായത് ദൈവമേ, ഞങ്ങൾക്ക് ഒരിക്കലും അല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മലയാളികൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് എന്നെ അറിയാവോ? ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കർദിനാൾ, ഞാൻ ഫാദർ ഡാനിയൽ എന്ന് പറഞ്ഞാൽ വിച്ച് ഫാദർ ഡാനിയൽ, ഗോ എവേ, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവരോടിക്കും. ദൈവം ഒരു വാതിൽ തുറന്നാലേ പറ്റൂ. അപ്പം ആ സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ കർത്താവ് പറയാണ്, നീ എന്താ വിചാരിച്ചത്? ഞാൻ ദൈവമാണ്, എൻ്റെ മുമ്പിൽ നീ കാണാത്ത വഴികളുണ്ട്, ഞാൻ ദൈവമാണ് എന്ന് പറയുമ്പോൾ അതെന്നോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. മക്കളെ, നിങ്ങൾ വളരെ സ്നേഹിച്ച് ബൈബിള് വായിച്ചാൽ അതിലൂടെ ദൈവം അപ്പോൾ സംസാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് ഒരു 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 തർക്കം, സ്നേഹത്തിലൊരു തർക്കം ഉണ്ടായി. എന്താ തർക്കം എന്നറിയാം? ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനറിയാവോ, എന്നോട് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടാ, അച്ഛനേക്കാൾ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഞാനത് ലോകത്ത് ആർക്കും സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കാര്യമല്ല. ബാക്കി എന്തും ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഞാൻ വിചാരിക്കുന്നത് ഈ 700 കോടി മനുഷ്യരുള്ള ഭൂമിയിൽ ഈശോ മിശിഹായ്ക്ക് ഏറ്റവും സ്നേഹം നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം. എൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വിചാരിക്കാം. എന്നോട് ഏറ്റവും യേശോയ്ക്ക് എന്നോടാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മറ്റേ ആൾ സമ്മതിച്ചു തരാൻ തയ്യാറല്ല. അയാൾ ഒരു 100 ന്യായം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല അല്ല അല്ല. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല, ദൈവം പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, നീ കണ്ണടച്ചിട്ട് കർത്താവേ, ഡാനിയേൽ അച്ഛനോടാണ് നിനക്ക് ഇഷ്ടക്കൂടുതലെങ്കിൽ അച്ഛനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന വാക്യങ്ങൾ ഇപ്പോൾ എനിക്ക് തരണം. തുറന്നോളാൻ പറഞ്ഞു. അച്ഛനുമായിട്ട് നേരിട്ട്. നിങ്ങൾ മഴ പെയ്താൽ എഴുന്നേറ്റ് പോവല്ലേ? പോവരുത്. കാരണം ചിലപ്പോൾ പെയ്യുമായിരിക്കും, പെയ്താലും പോവല്ലേ. കാരണം നമ്മൾ മഴ നിർത്താൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം എന്താ? മഴ വേണം. ഇവിടെ മനുഷ്യൻ ചൂടെടുത്ത് ചാവാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മഴ നീ പേടിക്കണ്ട, പെയ്യത്തില്ല, പേടിക്കണ്ട. അപ്പോൾ കേട്ടോണം. ഈ നമ്മുടെ ക്യാമറ എടുക്കുന്ന ബ്രദറുണ്ടല്ലോ, പുള്ളി കുട നൂത്താൽ, ഒരുപാട് അനുഭവം എനിക്കുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നൂക്കരുത്, കുട നൂക്കരുത്. പുള്ളി കുട നൂത്താൽ അന്ന് മഴ പെയ്തിരിക്കും. ഇനി എനിക്ക് ഗ്യാരണ്ടി ഇല്ല, ഞാൻ വിട്ട്. അപ്പോൾ കേട്ടോണോ? അപ്പം ഞാൻ പറഞ്ഞു, നീ പറയുന്ന എനിക്ക് വിശ്വാസമില്ല, ദൈവം പറയട്ടെ. അപ്പം നീ ബൈബിൾ തുറക്കുമ്പോൾ എന്നോടൊരു ബന്ധമില്ലാത്ത വാക്യമാണ് കിട്ടുന്നതെങ്കിൽ നീ പറഞ്ഞാണ് ശരി. എന്നാൽ നീ ബൈബിൾ തുറക്കുമ്പോൾ എന്നോട് ബന്ധമുള്ള വാക്യങ്ങളാണ് കിട്ടുന്നതെങ്കിൽ കർത്താവ് നിന്നോട് പ്രഖ്യാപിക്കുകയാണ്, നിന്നെക്കാൾ ഇഷ്ടം എനിക്ക് ഡാനിയേൽ അച്ഛനോടാണ്. തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ആള് തുറന്നിട്ട് കുറച്ചു നേരം ഇങ്ങനെ വിഷമിച്ചിരുന്ന് തുറന്നു കിട്ടിയ വചനം നിങ്ങളെടുത്ത് വായിക്കണം. പ്രഭാഷകൻ 39, അതാണ് ആൾക്ക് കിട്ടിയത്. പ്രഭാഷകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം വായിച്ചോളുക. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിന് താല്പര്യമുള്ളവൻ, അത് ഞാനാണ്. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. അടുത്ത വാക്യം, എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിഞ്ഞ് ആ പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രകടിപ്പിച്ച് വിശ്രുതരുടെ വാക്കുകൾ വിലമതിച്ച് ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിച്ച് അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢ സ്വായത്തമാക്കുകയും
അവൻ മഹാന്മാരെ സേവിക്കുന്നു, ഭരണാധിപന്മാരുടെ മുമ്പിൽ അവന് പ്രവേശനമുണ്ട്. മാർപ്പാപ്പ. അടുത്തത്, വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. ഒത്തിരി 10-30 രാജ്യങ്ങളിൽ പോയി ഇപ്പം. അപ്പം മറ്റേ ആള് ആകെ നെഞ്ചും തിരുമ്മിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് കർത്താവ് ശംശയ്ക്ക് എന്നോടാണ്, നിന്നോടുള്ളതിനേക്കാൾ സ്നേഹം. മറ്റേ ആൾ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കർത്താവ് പോലും എന്നെ ചതിച്ചെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും. അതുകൊണ്ട് കർത്താവ് പറയാണ്, വന്ന് ഭക്ഷിക്കുവൻ. എന്തൊക്കെ ഭക്ഷിക്കണം? 1, വചനം. മറക്കരുത്, എല്ലാ ദിവസവും വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കണം. അങ്ങനെ വായിച്ചാൽ കർത്താവ് എല്ലാ ദിവസവും നമുക്ക് റേമ തന്ന്, ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മളെ ശക്തിപ്പെടുത്തി നയിച്ച് എല്ലാ അനുഗ്രഹങ്ങളും വചനത്തിലൂടെ കിട്ടും. എനിക്ക് അനുഭവം പറയാനാണ്, ഒരുപാട് അനുഭവം പറയാനുണ്ട്. നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട. ദൈവം വേണ്ടതെല്ലാം തക്ക സമയത്ത് പ്രദാനം ചെയ്യും. എല്ലാത്തിനും ദൈവം വഴി ഒരുക്കിയിട്ടുണ്ട്. ഒന്നും വിഷമിക്കേണ്ട. ദൈവത്തിൻ്റെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ ദൈവവചനത്തെ സ്നേഹിച്ചാൽ മതി. ഞങ്ങൾ ഗോവയിൽ ധ്യാനം നടത്തുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ മാസം. 1 മാസമായില്ലെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും ഗോവയിൽ ധ്യാനം. അപ്പോൾ ആ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾക്ക് 4 മണിക്ക് ധ്യാനം കഴിയുന്നു. 5:30 ഫ്ലൈറ്റ്. 5:30 തിരിച്ചുള്ള ഫ്ലൈറ്റ് ഇങ്ങോട്ട്. 1 മണിക്കൂറെങ്കിലും വേണ്ട എയർപോർട്ടിൽ. അല്ലെങ്കിൽ അവർ ഓടിക്കത്തില്ലേ? ലഗേജൊക്കെ വിടാനുണ്ട്, കീബോർഡെല്ലാം വിടാനുണ്ട്. എയർപോർട്ടിലേക്ക് ചെല്ലാൻ ഒരു 10 മിനിറ്റ്, ഹാർഡ്ലി 10 മിനിറ്റ് മതി. പക്ഷേ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറയുന്നത്, എൻ്റെ ഒരു സാധനം എടുത്തില്ലെന്ന്. അവിടെ ഇരിക്കുക. പിന്നെ അതുകൊണ്ട് വേറൊരാൾ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ ചെന്ന് കയറുമ്പോൾ ഇനി ആ ഫ്ലൈറ്റ് കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല. ഗോവയിലെ ആ എയർപോർട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ ഇവിടെ നിങ്ങളുടെ മാമ്പള്ളി പള്ളിയിലെ പെരുന്നാളിന് വരുന്നതിനേക്കാളും ആള്. എൻ്റെ ഹൃദയം ഇടിഞ്ഞു, എൻ്റെ ഹൃദയം ദൈവമേ, ഈ ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി നാളെയാവും അടുത്ത ഫ്ലൈറ്റ്. ഞാൻ അങ്ങനെ എയർപോർട്ടിലോട്ടങ്ങോട്ട് കയറുമ്പോൾ ആചാനബാഹുവായൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു വന്നു. കഴുത്തിലൊക്കെ വലിയ തൊടൽ പോലത്തെ സ്വർണ്ണമൊക്കെ ഇട്ട്, നല്ല വെള്ളയൊക്കെ ഇട്ട്, എന്തോ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനോട്ട് വന്നിട്ട്, ഫാദർ ഡാനിയൽ പ്ലീസ് കം, പ്ലീസ് കം. ഞാൻ പറഞ്ഞു, എന്നെ അറിയാവോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ ധ്യാനത്തിന് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഈ എയർപോർട്ട് മാനേജറാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടെയാണ് മറ്റേ ക്യൂ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ക്യൂ ഒന്നും വേണ്ട, വരാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കൊണ്ട് പുള്ളി ടപ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത്, വേഗം ചെയ്ത്, ലഗേജും വിട്ട് എല്ലാം ചെയ്ത് അവിടെ കൊണ്ടുപോയി കാപ്പിയും വാങ്ങിച്ചു തന്ന് ഫ്ലൈറ്റൊക്കെ കയറ്റി വിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നടന്നാൽ എല്ലായിടത്തും ഇതാ വരുന്നുണ്ടേ. ഓടല്ലേ. ഞാനൊരു കാര്യം ഇന്നലെ എൻ്റെ കുറ്റമല്ല. എൻ്റെ കുറ്റമാണോ? ഈ മഴ ഇപ്പം പെയ്യേണ്ട കാര്യമില്ലായിരുന്നു. എൻ്റെ കുറ്റമാണോ? അല്ല. എന്താ കാര്യം? ഇന്നലെ നിങ്ങളിരുന്ന് വീശിയപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? കർത്താവ് എന്താ പറഞ്ഞേ? ചുടുകാറ്റോ, അവിശ്വാസികളെല്ലാം ഓടുന്നു. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തില്ല. കർത്താവ് അവരെ നീരൊഴുക്കുകളിലൂടെ കൊണ്ടുപോവാണ്. അന്നേരം ഓടല്. നീരൊഴുക്കുകളിലൂടെ കർത്താവ് കൊണ്ടുപോവാണ്. മൈക്കുകാരൻ എന്നെ കൊല്ലും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇല്ലടാ അവിശ്വാസി, അവിടെ നിൽക്കേ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നോ നീരൊഴുക്കുകളിൽ കൊണ്ടുപോകുന്നു. ഇപ്പൊ നീരൊഴുക്ക് വരികയാണ്. കാലിൽ ഇരിക്കുന്ന അവിടെ അടുത്തൂടെ, കാലിനടുത്തൂടെ അല്ലേ ഇപ്പം നീരൊഴുക്കുകൾ വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വീശുവോ? കർത്താവ് ഇനി വീശത്തില്ലെന്ന് പറ. ഓക്കെ, അപ്പൊ കേട്ടോളുക. 2ാമത്തെ കാര്യം കർത്താവ് പറയാണ്, നിങ്ങൾ വന്ന് ഭക്ഷിക്കുക. 1ാമത്തേത് വന്ന്, 2ാമത്തേത് വന്ന് ഭക്ഷിക്കുക. വന്ന് ഭക്ഷിക്കുക.
അങ്ങോട്ട് നോക്കിയാൽ നീരൊഴുക്ക് വരുന്നുണ്ടോ? വന്ന് ഭക്ഷിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. മൂന്നാമത്തേത് വന്ന് കുടിക്കുക. ബൈബിൾ തുറന്ന് വായിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറയാം. കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. നമ്മൾ ഈ വീടിനകത്ത്, മക്കളെ സംസാരിക്കല്ലേ, ശ്രദ്ധിച്ചേ. നമ്മൾ മോനെ ഉണ്ടായിരുന്നേ. അതായത് നമ്മൾ വീടിനകത്ത് അല്ലെങ്കിൽ പള്ളിക്കകത്ത് സുരക്ഷിതമായിട്ട് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും പവറാണ് മഴ നനഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ. നിങ്ങൾക്ക് വലിയ ഗൗരവതരമായ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ മാറല്ലേ, ഈ മഴ കൊണ്ട് നിങ്ങൾക്കൊന്നും വരാൻ പോകണില്ല. ഇനി അങ്ങേ അറ്റത്ത് ഈ മഴ നനഞ്ഞ് നിങ്ങൾ അസുഖം കൂടി മരിച്ചാലും നിങ്ങൾ സ്വർഗത്തിൽ, കൺവെൻഷന് മഴ നനഞ്ഞ് മരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കും. അതുകൊണ്ട് ഈ അങ്ങേയറ്റം പോയാൽ മരിക്കത്തല്ലേ ഉള്ളൂ, പരമാവധി. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഈ മഴ ഞങ്ങളുടെ തലയിൽ വീഴുന്ന ദൈവമേ അനുഗ്രഹമായിട്ട് മാറട്ടെ. ഞങ്ങളുടെ തലയിൽ വീഴുന്ന ഓരോ തുള്ളിയും ഞങ്ങൾക്ക് ദൈവാനുഗ്രഹമായിട്ട്, സൗഖ്യമായി, അനുഗ്രഹമായി, വിടുതലായി മാറട്ടെ. ഒന്ന് കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചേ ഹല്ലേലൂയ.